പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ സാരഥി അനിൽജി സാറ്, ബിന്ദു ഷാജിമ, മറ്റ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഋഷിവര്യൻ ശ്രീ നാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിൻ്റെ പാരായണ തുടർച്ച. ഗുരുവിൻ്റെ വളരെ സവിശേഷമായ ഒരു കാര്യമാണ് ഗുരുവിൻ്റെ ആശ്രമം. ആ ആശ്രമത്തിലെ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് അദ്വൈത തത്വം പകർത്തുന്ന ഭാഗമാണ്. ആധുനിക ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ പ്രധാനിയായ ശ്രീ നാരായണ ഗുരു ആശ്രമങ്ങൾ സ്ഥാപിച്ചു. സന്യാസത്തേക്കാൾ മേന്മയേറിയതാണ് ഗൃഹസ്ഥാശ്രമം. ഗുരുദേവന് ലക്ഷക്കണക്കിന് ഗൃഹസ്ഥ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ആധ്യാത്മിക ജീവിതം തുടിക്കുന്ന ഒരു കേന്ദ്രമാണ് ആശ്രമം. ആശ്രയത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ആസ്ഥാനമാണ് ആശ്രമം. ആശ്രയത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ആസ്ഥാനമാണ് ആശ്രമം. വേദങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഗുരുവിൻ്റെ വീക്ഷണം. വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ മൃഗമാണ്. സാത്വിക ഗുണമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നതാണ് ആശ്രമ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണത്തിൻ്റെ ഒരു ദർശന കേന്ദ്രമാണ് ആശ്രമം. അരുവിപ്പുറം ആശ്രമമാണ് ഗുരുദേവൻ ആദ്യമായി സ്ഥാപിച്ചത്. രണ്ടാമത് ശിവഗിരി ആശ്രമം, പിന്നെ ആലുവ അദ്വൈതാശ്രമം തുടങ്ങി വേറെ പലതും സ്ഥാപിച്ചിട്ടുണ്ട്. അദ്വൈത ആശ്രമം സ്ഥാപിച്ചതോടൊപ്പം അവിടെ സംസ്കൃത പാഠശാലയും പർണശാലയും മഠവും പണികഴിപ്പിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആണെന്നുള്ള സന്ദേശം അവിടെ ആലേഖനം ചെയ്തു. അറിവിനു വേണ്ടി ദാഹിച്ചു വരുന്നവർക്ക് അറിയാനും അറിയിക്കുവാനും ഉള്ള സ്ഥലം ആയിരിക്കണം ആശ്രമം എന്ന് ഗുരു എഴുതി വച്ചു. ഗുരുവിൽ നിന്നും ആദ്യം സന്യാസം സ്വീകരിച്ചത് അരുവിപ്പുറത്തുള്ള പുരാതന നായർ കൃഷിവല കുടുംബത്തിൽ പിറന്ന കൊച്ചപ്പിപ്പിള്ള സംസ്കൃത പണ്ഡിതനും സിദ്ധനും ആയിരുന്നു. ഗുരു സന്യാസം നൽകി ശിവലിംഗ സ്വാമികൾ എന്ന പേര് ലഭിച്ചു. ഗുരു നിയോഗിച്ച അരുവിപ്പുറത്തെ ആദ്യത്തെ ശാന്തിക്കാരൻ വക്കം സ്വദേശിയായ ഭൈരവനാണ്. വീട്ടുകാർ വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിച്ചപ്പോൾ താൻ പുലയ സമുദായത്തിലുള്ള വധുവിനെ മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ എതിർപ്പുണ്ടായ കാരണം സ്ഥലം വിട്ട് ചെന്നെത്തിയത് അരുവിപ്പുറം ഗുരുദേവ സന്നിധിയിൽ ആയിരുന്നു. ഗുരു സ്വീകരിച്ചു. ഭൈരവൻ 120 വർഷം വരെ ജീവിച്ചിരുന്നു. ശിഷ്യന്മാരുടെ സങ്കേതം എന്ന അർത്ഥത്തിലാണ് മഠസങ്കല്പത്തിൻ്റെ നിലനിൽപ്പ്. ശിഷ്യന്മാർ മഠത്തിന് ഊന്നൽ നൽകുമ്പോൾ നാരായണ ഗുരുകുലം ഉയർത്തിപ്പിടിക്കുന്നത് ഗുരുവിൻ്റെ പ്രാധാന്യമാണ്. ജാതി മുക്തമാണ് യഥാർത്ഥ സനാതനധർമ്മം. സനാതനധർമ്മത്തെ ശ്രീബുദ്ധൻ അംഗീകരിച്ചിട്ടുണ്ട്. സൗഹൃദത്തിനും സമത്വത്തിനും പരമപ്രാധാന്യം നൽകുന്നതാണ് അദ്വൈതം. ദ്വൈതം എന്നാൽ രണ്ട്, അതായത് പ്രപഞ്ചവും ബ്രഹ്മവും. അദ്വൈതം എന്നാൽ ഒന്ന്, പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നാണ്, ഭേദമില്ല. ശ്രീബുദ്ധൻ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ശിഷ്യന്മാർ കുറിച്ചെടുത്തു, പ്രചാരണം നടത്തി. ഗുരു അക്കാര്യത്തിൽ വ്യത്യസ്തമാണ്. ശാസ്ത്രകൃതികളും ദാർശനിക കൃതികളും രചിച്ചിട്ടുണ്ട്. അഹിംസയ്ക്കും ജീവകാരുണ്യത്തിനും ധർമ്മത്തിനും പ്രാധാന്യം നൽകി ലളിതമായ ഭാഷയിൽ മനോഹരമായ ശൈലിയിൽ ഗുരു ഏത് വിഷയവും അവതരിപ്പിക്കും. വാദിക്കാനും ജയിക്കാനും ഗുരു ആരെയും ഉപദേശിച്ചിട്ടില്ല. അറിയാനും അറിയിക്കാനും ആയിരിക്കണം. അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണം, ഗുരുവും ശിഷ്യരും ഒരുമിച്ച് യാത്ര ചെയ്യവേ
ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് ഭയമുണ്ടോ? എനിക്ക് ഗുരു കൂടെ ഉള്ളത് കൊണ്ട് ഭയമില്ല എന്നാണ് മറുപടി. അപ്പോൾ ഗുരു പറഞ്ഞു, രണ്ടുപേരുണ്ടെന്ന് വിചാരിച്ചാലാണ് ഭയം ഉണ്ടാകുന്നത്. ഒരാളെ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ ആരെ ഭയപ്പെടണം? ഇതാണ് അദ്വൈതം. നീ പറഞ്ഞു നാം കൂടെ ഉള്ളപ്പോൾ ഭയമില്ല എന്ന്. നീയും നാമും ആയപ്പോൾ രണ്ടു പേരായി. ആകെ ഒരാൾ മാത്രമാണെന്ന് വിചാരിച്ചാൽ പിന്നെ ഭയം ഇല്ല. ആ വിചാരത്തിന് അല്ലെങ്കിൽ അനുഭവത്തിന് ആ ഒരു അനുഭൂതിക്ക് അദ്വൈതമെന്ന് പറയാം. ദൈവദശകത്തില് ഗുരുദേവൻ പച്ച മലയാളത്തിൽ രചിച്ച നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും ഒഴിയും ഓർക്കിൽ നീ, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്തയുടെ ബന്ധത്തിൽ നിന്നും മുക്തരാകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. വിട്ടുവീഴ്ചയില്ലാത്ത അദ്വൈതമാണ് ഗുരുദേവൻ്റെ സത്യസാക്ഷാത്കാരം. അതാണ് ഗുരുവിൻ്റെ അദ്വൈതം എന്ന് അദ്വൈതത്തിൻ്റെ തത്വം. ആ ശ്രമത്തിലൂടെയാണ് ആ തത്വം ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശിച്ചത്. ഇനി നമുക്ക് ഗുരുവിൻ്റെ ശിവഗിരിയിൽ നമ്മൾ പോകുമ്പം കണ്ടിട്ടുണ്ടല്ലോ, ബോധാനന്ദ സ്വാമിയുടെ സമാധിയുടെ ബാക്കിൽ വരുന്ന ആ കെട്ടിടത്തിൽ ഗുരുവിൻ്റെ റിക്ഷ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. ആ റിക്ഷയുടെ കഥയും കൂടി പറയാം. ശിവഗിരി സ്കൂൾ പണിതുകൊണ്ടിരിക്കുന്ന കാലം. ഗുരു പണിയുന്ന സ്ഥലത്ത് നടന്നു പോവുക പതിവായിരുന്നു. വലതും ചെറുതുമായ കൂർത്ത പാറ കഷ്ണങ്ങൾ ചവിട്ടി കടന്നാണ് പോകേണ്ടിയിരുന്നത്. ഒരു ദിവസം പോയി തിരികെ വന്നപ്പോൾ റോസാപ്പൂ നിറമുള്ള ആ പാദങ്ങളിൽ പല ഭാഗത്തായി രക്തം പൊടിഞ്ഞിരിക്കുന്നതായി ശിഷ്യഗണങ്ങൾ കാണുകയുണ്ടായി. അവർക്ക് വലിയ വേദനയുണ്ടായി. പച്ചില പറിച്ച് തേച്ചപ്പോൾ ചെറിയ മുറിവുകൾ ഉണങ്ങി. ഭക്തജനങ്ങളുടെ തിരക്ക് തീർന്നപ്പോൾ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ സാവധാനം തൊഴുകൈയോട് സമീപത്ത് ചെന്നു. ആ ശിഷ്യന്റെ പേര് പ്രാക്കുളം പുതുവേലിൽ അയ്യൻ കേശവൻ എന്നായിരുന്നു. എന്താണ് ആവശ്യം എന്ന് ഗുരു ചോദിച്ചു. ഒരു റിക്ഷ വാങ്ങി തൃപ്പാദങ്ങളിൽ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഗുരു. നാം റിക്ഷ ഉപയോഗിക്കാറില്ല, നാം സുഖമായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് മറുപടി. മൂർച്ചയേറിയ കല്ലുകൾ തട്ടി കാൽ മുറിഞ്ഞിരിക്കുന്നത് കാണാനിടയായി എന്ന് കേശവന്റെ മറുപടി. നാം വേളിമലയിലും മരുത്തോമലയിലും അരുവിപ്പുറത്തുമൊക്കെ സഞ്ചരിച്ച കാലത്ത് കല്ലും മുള്ളും കാടും മേടും ഉണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ മണ്ണ് പൂമെത്ത പോലെയാണ്. റിക്ഷ വാങ്ങി തരിക എന്നത് എൻ്റെ വലിയ ആഗ്രഹമാണ് സ്വാമി. അനുവദിച്ചാലും വലിക്കുവാൻ ആള് വേണം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ റിക്ഷയിൽ ഇരുത്തി വലിച്ചുകൊണ്ട് പോകുന്നത് നന്നല്ല എന്ന് സ്വാമി മറുപടി കൊടുത്തു. അത് പാപമാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി, തൃപ്പാദങ്ങളെ റിക്ഷയിലിരുത്തി വലിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മൊഴിഞ്ഞു. അങ്ങനെ അനുവാദം കിട്ടി. കേശവൻ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരം ധരിപ്പിച്ചു. സംതൃപ്തി കൊണ്ട് തുള്ളിച്ചാടി. ഏറ്റവും നവീന രീതിയിലുള്ളത് വാങ്ങണം. കേശവൻ വീട്ടുമുറ്റത്ത് ചിന്തിച്ചു കൊണ്ട് നടന്നു. പെട്ടെന്ന് ഉണർവുണ്ടായി. കൊച്ചിയിലെ കമ്പനിയുമായി സംസാരിച്ച് നോക്കാം, ഒരുപക്ഷെ അവർ വിദേശത്തു നിന്നും റിക്ഷ വരുത്തി തരും. മലയിൽ നിന്നും മരുന്നെടുക്കാൻ പോകുന്ന ഹനുമാനെ പോലെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ കേശവൻ മുതലാളി കൊച്ചിയിലേക്ക് തിരിച്ചു. കേശവൻ മുതലാളി കയർ വ്യവസായം നടത്തിയിരുന്ന ആളായതുകൊണ്ട് കൊച്ചിയിലെ കമ്പനിയുമായി അടുപ്പം ഉണ്ടായിരുന്നു. ജപ്പാനിൽ റിക്ഷ നിർമ്മിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടു. റിക്ഷയുടെ അന്നത്തെ വിലയായ 700 രൂപ തുക ഒരു പ്രശ്നമല്ല. നവീന രീതിയിലുള്ളതായിരിക്കണം, എത്രയും വേഗം കിട്ടുകയും വേണം. അങ്ങനെ റിക്ഷ ജപ്പാനിൽ നിന്നും വരുത്തി. ഒരു ഘോഷയാത്രയുടെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് റിക്ഷ വണ്ടി വള്ളത്തിൽ കയറ്റി പ്രാക്കുളത്തുള്ള ഭവനത്തിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് റിക്ഷ വള്ളത്തിൽ കയറ്റി വർക്കലയ്ക്കടുത്ത് കൊണ്ടുവന്നു. ജനങ്ങൾ ആഹ്ലാദഭരിതരായി ഓടിക്കൂടി. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി റിക്ഷ ശിവഗിരിയിൽ കൊണ്ടുചെന്നു ഗുരുദേവന് കാഴ്ചവെച്ചു. കേശവൻ റിക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കിയ പണം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാമായിരുന്നു അല്ലേ എന്ന് ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു. എല്ലാവരും നിശബ്ദത പാലിച്ചു. കേശവൻ ഗുരുവിനെ വണ്ടിയിൽ കയറി ഇരിക്കാൻ അപേക്ഷിച്ചു. ഞങ്ങൾ തന്നെ ആദ്യമായി വലിക്കണമെന്നാണ് ആഗ്രഹം.
നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞു റിക്ഷയിൽ കയറിയിരുന്നു. പ്രാക്കുളത്ത് കുഞ്ഞിരാമൻ മുതലാളിയും കേശവനും കൂടി റിക്ഷാവണ്ടിയുടെ 2 കൈയും പിടിച്ച് മുന്നോട്ട് വലിച്ചു നടന്നു. അത് കഴിഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ അരുളി, മതിയോ, ആശ സാധിച്ചില്ലേ, ഇനി വേറെ ചിലർ റിക്ഷ വലിച്ചു കൊള്ളും. റിക്ഷ പിന്നീട് വലിച്ചത് ശിവഗിരിയിലെ അന്തേവാസികളായിരുന്നു. ഇക്കാലത്ത് ചട്ടമ്പിസ്വാമികളും പ്രാക്കുളത്ത് തോട്ടുവയലിൽ പരമേശ്വരപിള്ളയും ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. ഗുരുവും സ്വാമിയും അവിടെ വെച്ച് ഒരുമിച്ചു. ഈ 2 ഗുരുക്കന്മാരോടൊപ്പം ഷൺമുഖദാസ് സ്വാമിയും കൂടെ സഞ്ചരിച്ചിരുന്നു. 2 പേർക്കും ആഹാരം തയ്യാറാക്കുന്നതിൽ ഷൺമുഖദാസ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കേശവന് മത്സ്യാഹാരം കഴിക്കുന്നതിൽ താല്പര്യം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കേശവൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ ഈ ഭവനത്തിൽ ഇനിമേൽ മത്സ്യമാംസങ്ങൾ പാകം ചെയ്യാതിരുന്നുകൂടെ, സ്വാമി കൽപ്പിച്ചതുപോലെ ചെയ്യാമെന്ന് മറുപടി പറഞ്ഞു. ആരെയും നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുന്ന പ്രകൃതം ഗുരുദേവനില്ലായിരുന്നു. സന്ദർഭം വരുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അത് യഥാർത്ഥ ഭക്തജനങ്ങൾ അനുസരിക്കും. ഉദാഹരണം, തലശ്ശേരി സ്വദേശിയായ ഗോപാലൻ മുൻസിഫിന് ആഹാരത്തിൽ പ്രധാന ഇനമായിരുന്നു മത്സ്യമാംസാദികൾ. ഇടയ്ക്ക് വെച്ച് മത്സ്യാഹാരം ഉപേക്ഷിച്ചു. പല പ്രസിദ്ധ ഭിഷഗ്വരന്മാരെ കണ്ട് ഫലമുണ്ടായില്ല. ഗുരുസന്നിധിയിലെത്തി ഗുരു വിവരം ആരാഞ്ഞു. മത്സ്യാഹാരം കഴിക്കാൻ ഗുരു കൽപ്പിച്ചു. മുൻസിഫിൻ്റെ വയറുവേദനയ്ക്ക് ശമനം ഉണ്ടായി. അങ്ങനെ ഒരു വ്യക്തിയുടെ ആഹാര രീതി പോലും ഗുരു മനസ്സിലാക്കിയിട്ടാണ് അഭിപ്രായം പുറപ്പെടുവിക്കുന്നത്. ഇനിയും പാരായണം തുടരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.